ഹലോ യൂട്യൂബ്, വെൽക്കം ടു അദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഉള്ളത് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഹണ്ടറിൻ്റെ ബേസ് പ്രീമിയം മോഡലാണ് കേട്ടോ. കാണാലോ, അടിപൊളി ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത്. പുതിയൊരു വേരിയൻ്റ് ആണ്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ഇപ്പോൾ ഹണ്ടർ നമുക്കിപ്പോൾ ആക്ച്വലി 4 വേരിയൻ്റ് ആയിട്ടുണ്ട്. അതായത് ഒരു ബേസ് ഉണ്ട് ഫാക്ടറി ബ്ലാക്ക്, ഇപ്പോൾ ഇതാണ് സെക്കൻഡ് വേരിയൻറ്റ് ബേസ് പ്രീമിയം. പിന്നെ അത് കൂടാണ്ട് തന്നെ നമ്മുടെ ഡാപ്പർ സീരീസ്, അതായത് മിഡ് സീരീസ്, പിന്നെ ഏറ്റവും ടോപ്പിൽ നമ്മുടെ ടോക്കിയോ വൈറ്റ്, ലണ്ടൻ റെഡ്, അങ്ങനെ ഒരു ടോപ്പ് വേരിയൻ്റ് ഉണ്ട്. അത് നമുക്ക് അഡീഷണലി 2 പുതിയ കളേഴ്സും വന്നിട്ടുണ്ട്. ഒരു മുംബൈ യെല്ലോയും മൂൺ ഷോട്ട് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് 2 അഡീഷണൽ കളറും വന്നിട്ടുണ്ട്. സോ അത് കൂടാണ്ട് റോയൽ എൻഫീൽഡ് അവതരിപ്പിച്ചൊരു മോഡലാണ് ഈ ഇരിക്കുന്ന ടാർമാക് ബ്ലാക്ക് എന്ന് പറയുന്നത്. കാണാൻ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ വണ്ടിയുടെ കംപ്ലീറ്റ് വിശേഷം പറഞ്ഞുതരാം. എല്ലാ വണ്ടിയുടെയും ഹണ്ടറിൻ്റെ എല്ലാത്തിൻ്റെയും ഓൺ റോഡ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. സോ അതിന് പിന്നെ തന്നെ ബിഗ് താങ്ക്സ് ടു കൈസം മോട്ടേഴ്സ് ആസ് ഓൾവേസ്. അവരാണ് നമുക്ക് റോയൽ എൻഫീൽഡ് വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്. സോ ഇതിപ്പോൾ ഫസ്റ്റ് ബാച്ച് വണ്ടി ഇപ്പോൾ ഇറക്കി വന്നേ ഉള്ളൂ. ഇത് കമ്പയർ ടു ഫാക്ടറി ബ്ലാക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഫാക്ടറി ബ്ലാക്കിന് റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ റെഡ് സ്റ്റിക്കറാണ്. അത് കൂടാതെ തന്നെ ഒരു ഗോൾഡൻ ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മുടെ ബുള്ളറ്റിൻ്റെ മിലിറ്ററി ബ്ലാക്കില്ലേ, അതുപോലെയാണ്. ബ്ലാക്കിൽ ജസ്റ്റ് വൈറ്റ് റോയൽ എൻഫീൽഡിൻ്റെ ലെറ്ററിങ്ങും ഇവിടെ സ്റ്റിക്കേഴ്സും കാറിലൊക്കെയാണ് വന്നേക്കുന്നത്. സോ ഫ്രണ്ടിൽ തന്നെ പറഞ്ഞു തുടങ്ങാം. ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു മോഡലിന് സാഡ്ലി നമുക്ക് LED ഹെഡ്ലൈറ്റ് വരുന്നില്ല. ഇതിന് വരുന്നത് നമ്മുടെ ഫസ്റ്റ് ജെൻ ഹണ്ടറില്ലേ, അതായത് LED ആവണേക്കാളും മുമ്പ് ഉള്ള ഹണ്ടറിലില്ലേ കണ്ടുവന്ന എക്സാക്ട് സെയിം ആയിട്ടുള്ള ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് കാണാൻ പറ്റി. ഇവിടെ ഒരു ചെറിയ പൈലറ്റ് ലാമ്പ് ഉണ്ട്. പിന്നെ സൈഡിൽ നമുക്ക് LED ബൾബ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിന് എനിക്ക് ടോപ്പിനടക്കം ഹാലജൻ ആണ് വരുന്നത്. പിന്നെ ആ ഒരു എക്സൈസ് ഫോർക്കാണ്, അതിലൊന്നും വ്യത്യാസമില്ല. 41mm 130mm ട്രാവലുള്ള ഒരു സസ്പെൻഷൻ കാണാം. പിന്നെ താഴേക്ക് വരുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്. അലോയിൻ്റെ ഡിസൈനൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ കമ്പയർ ടു മെട്രോ. കുറച്ചൊന്ന് യുണീക്ക് ആയിട്ടുള്ള ഒരു അലോയാണ്. ഒരു പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പൾസർ NS അല്ലെങ്കിൽ R3 അതിൻ്റെയൊക്കെ ഒരു ഡിസൈൻ പോലെ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള അലോയാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ബേസായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതിന് ട്യൂബ്ലെസ് ആയിട്ടുള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ബട്ട് ടയർ പ്രൊഫൈൽ ചെറിയ വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി സ്ലിമ്മർ ആയിട്ടുള്ള 100 സെക്ഷൻ്റെ ടയറാണ് നമുക്ക് ഈ ഒരു ബേസ് പ്രീമിയത്തിൽ വരുന്നത്. നമ്മുടെ മെട്രോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് 110 സെക്ഷൻ ടയർ കിട്ടും. പിന്നെ ഡിസ് സൈസൊക്കെ നോക്കുകയാണെങ്കിൽ 300mm ആണ് നമുക്കിവിടെ അൺബ്രാൻഡ് ആയിട്ടുള്ള കാലിപ്പറും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ സെയിം ആ ഒരു 349cc J സീരീസ് എഞ്ചിനാണ്. അതിലൊന്നും വ്യത്യാസമില്ല. സെയിം 20 ഹോഴ്സ് പവർ ആൻഡ് 27 ന്യൂട്ടൺ ടോർക്ക്. സിറ്റിയിലൊക്കെ ഓടിക്കാനുണ്ടല്ലോ, അടിപൊളിയാണ്. ആ ഒരു ടോർക്ക് കിക്കാനാണ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അത് പ്ലസ് ഈ ഒരു എക്സോസും കൂടി ഉണ്ടല്ലോ, സ്വർഗ്ഗമാണ്. മേറ്റ് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, നമുക്ക് 6 സ്പീഡൊന്നും വരുന്നില്ല. വിത്ത് നമുക്കിപ്പോൾ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റും വരുന്നുണ്ട്. സോ ഈസിയർ ക്ലച്ച് പുള്ളാണ്. സോ സിറ്റിയിലേക്ക് നിങ്ങളൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഫ്രം റോയൽ എൻഫീൽഡ് ദിസ് ഇസ് ദ ബെസ്റ്റ്, ഒന്നും പറയാനില്ല. ഇതിനാകെ വെയിറ്റ് വരുന്നത് 180 കിലോ ആണ്. ഇത് നിങ്ങൾ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഫീൽ ചെയ്യില്ല കേട്ടോ. അത്യാവശ്യം ഈ ഒരു ഫ്രണ്ടിലേക്കാണ് വെയിറ്റിംഗ് ആളൊക്കെ ഇരിക്കുന്നത്. സോ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസിലി ഉന്തിത്തൽ എടുക്കാൻ പറ്റും. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു സീറ്റ് കാണാം. സീറ്റിലും അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രീവിയസ്ലി കസ്റ്റമേഴ്സ് കംപ്ലൈൻറ്റ് പറഞ്ഞു ഭയങ്കര ഹാർഡാണ് ബ്രോ, ഇരിക്കാൻ പറ്റുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സീറ്റ് അവർ മാറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടി കുഷനുള്ള സീറ്റ്സാണ് വരുന്ന വണ്ടിക്ക്. പിന്നെ ഏറ്റവും വലിയ ചേഞ്ച് അതൊന്നും അല്ലായിരുന്നു 2025 ഈ ഒരു സസ്പെൻഷൻ ആയിരുന്നു. മുന്നത്തെ കസ്റ്റമേഴ്സ്, അതായത് 100 തുടക്കം എടുത്ത കസ്റ്റമേഴ്സിന് ഭയങ്കര തലവേദനയായിരുന്നു ഈ ഒരു സസ്പെൻഷൻ എന്ന് പറഞ്ഞത്. കാരണം ഭയങ്കര ലീനിയർ ആയിരുന്നു, അതായത് ഒരു കുലുക്കുമില്ല, അങ്ങനെ തന്നെ ഇരിക്കും. ഒരു വികാരമില്ലാത്ത സസ്പെൻഷൻ ആയിരുന്നു. പിന്നീട് റോയൽ എൻഫീൽഡ് അത് 2025 ഈ ഒരു സ്പ്രിംഗ്, ലീനിയർ സ്പ്രിംഗ് മാറ്റിയിട്ട് പ്രോഗ്രസീവ് സ്പ്രിംഗ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ കണ്ടോ, സ്പ്രിംഗ് കൊണ്ട് കുറച്ച് അടുത്തടുത്തായിരിക്കുന്നത്, ഇവിടെ കുറച്ചും കൂടി വിട്ടായിരിക്കുന്നത്. സോ കുറച്ചും കൂടി പ്രോഗ്രസീവ് ആണ്, അതായത് സോഫ്റ്റർ ആയിരിക്കും. ബട്ട് ഇവൻച്വലി ബോട്ടം ഔട്ട് ചെയ്യാൻ, ഐ മീൻ ഹാർഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇനിഷ്യൽ അടി സോഫ്റ്റ് ആയിരിക്കും. പ്രോഗ്രസീവ് സ്പ്രിംഗ് എന്ന് പറയുന്നത് ലീനിയറിലും ബെറ്ററാണ്. ലീനിയർ സ്പ്രിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സസ്പെൻഷൻ, അതായത് ടയറിൽ നിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടാനായിട്ടാണ്. അത് മെയിൻലി എന്താ പറയുക, ഒരു RC 390 അല്ലെങ്കിൽ RR 310 അല്ലെങ്കിൽ സ്പോർട്ടിയർ ആയിട്ടുള്ള വണ്ടികളിലൊക്കെയാണ് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇങ്ങനത്തെ വണ്ടികൾ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കിൽ കാണാം ഇവിടെ ഡിസ്ക് ഇല്ല. യെസ്, ഫാക്ടറി ബ്ലാക്ക് പോലെ തന്നെ നമുക്ക് ഈ വണ്ടിക്ക് ഡിസ്ക് വരുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ വണ്ടിക്ക് ഡിസ്ക് കൊടുക്കായിരുന്നു. ഹാലജൻ പോട്ടെ സഹിക്കാം, ഇതൊക്കെ പോട്ടെ സഹിക്കാം, ബട്ട് ആ ഒരു ഡിസ്ക് എങ്കിലും കൊടുക്കായിരുന്നു. കാരണം ഇത്രയും പ്രൈസ് കൊടുത്ത് മേടിക്കുന്ന വണ്ടിക്ക് ഡിസ്ക് ഇല്ല എന്ന് പറയുന്നത്, എസ്പെഷ്യലി 2026 ഡിസ്ക് ഇല്ല എന്ന് പറയുന്ന ഒരു കുറച്ചിൽ തന്നെയാണ്. ഓക്കെ, ഡിസ്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ വണ്ടിക്ക് സിംഗിൾ ചാനൽ ABS ആണ്. ഈ ഫാക്ടറി ബ്ലാക്ക് പോലെ തന്നെ നമുക്ക് ഈ വണ്ടിക്കും സിംഗിൾ ചാനൽ ABS വരുന്നുള്ളൂ. പിന്നെ ടയർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫാക്ടറി ബ്ലാക്കിൻ്റെ സെയിം പ്രൊഫൈലാണ്, അതായത് 120 സെക്ഷനാണ് ബാക്കിലത്തെ ടയർ പ്രൊഫൈൽ വരുന്നത്. കുറച്ച് സ്ലിമ്മറാണ്. നമ്മുടെ ഹണ്ടർ മെട്രോ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 140 സെക്ഷൻ്റെ കുറച്ച് വൈഡായിട്ട് ടയറാണ്. ഇത് 120 വരുന്നത്. ഓക്കെ, പിന്നിലൊന്നും വ്യത്യാസമില്ല. പിന്നിലൊക്കെ ആ ഒരു മെട്രോയിൽ കണ്ടെന്ന പോലത്തെ ആ ഒരു അടിപൊളി ഗ്രാബറിലൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റർ ഇതൊക്കെ തന്നെ സെയിം ഫ്രം മെട്രോ എന്ന് തന്നെ വരുന്നത്. പിന്നെ ഈ സൈഡിലൊക്കെ കാണാം ഒരു സാരി കാർഡ് കാണാം. ഇതിലൊന്നും മാറ്റിയില്ല, നമുക്ക് കയറിയിരിക്കാം. അപ്പോൾ ഗായ്സ്, ഞാൻ ഈ വണ്ടിയുടെ റൈഡിങ് എറഗണോമിക്സ് ഒന്ന് കാണിച്ചു തരാം. വ്യത്യാസമൊന്നുമില്ല, സെയിം ആണ്. സീറ്റ് ഹൈറ്റിലും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഐ തിങ്ക് 800mm വണ്ടി സീറ്റ് ഹൈറ്റുള്ളൂ. ഞാൻ കിട്ടാറുള്ള താഴെ. സോ ഇതാണ് വണ്ടിയിൽ കയറി നിന്നിട്ടുള്ള വ്യൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ എനിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഹാൻഡിൽ കമ്പയർ ടു പ്രീവിയസ് കുറച്ചും കൂടി ഇങ്ങോട്ടാണ് ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് 100 വെച്ചുമ്പോഴത്തേക്കും കുറച്ച് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹാൻഡിൽ കുറച്ചൊന്ന് അടുത്താണ്.
കാല് കയറ്റിയൊക്കെ ആണെങ്കിൽ നോക്കി ന്യൂട്രലാണ്, ഒരുപാട് റിയർ സെറ്റ് ഒന്നും പറയാനില്ല, ന്യൂട്രലായിട്ടുള്ള റൈഡിംഗ് പൊസിഷനാണ്. പിന്നെ വണ്ടിക്ക് സെൻറ്റർ സ്റ്റാൻഡിങ് കാലൊക്കെ വരുന്നുണ്ട്, എളുപ്പമായിരിക്കും. ഈസിലി തന്നെ സെൻറ്റർ സ്റ്റാൻഡിലേക്ക് എടുത്തിടാനും പറ്റുന്നുണ്ട്, വലിയ കലിപ്പില്ല. അപ്പോൾ ഗായ്സ് വണ്ടിയുടെ കൺസോളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സെയിം ആണ്, നമ്മുടെ ഫാക്ടറി ബ്ലാക്കിൻ്റെ അല്ല കേട്ടോ, ഇത് കുറച്ച് വ്യത്യാസമുണ്ട്, നമ്മുടെ മെട്രോൻ്റെ പോലെ തന്നെ തോന്നുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ഫ്യൂൽ ഓയിൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, ട്രിപ്പ് എഫ്, ട്രിപ്പ് എ ബി, ഓടോ, ദാറ്റ്സ് ഇറ്റ്. ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ ഇപ്പോഴും ഇതിനകത്തില്ല. പ്രീവിയസ്ലി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇവർക്ക് ആ ഒരു പാർട്സ് എന്തോ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് ഈ വണ്ടിക്ക് ആ ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ബട്ട് ആ പാർട്ട് ഷോർട്ടേജ് കാരണം അവരത് ഇല്ലാണ്ടാണ് വണ്ടി സെയിൽ ചെയ്യുന്നത്. 100 മേടിച്ചവർക്ക് ഫ്രീ ആയിട്ട് പിന്നീട് പാർട്സ് വരുമ്പോൾ വെച്ച് കൊടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ സ്റ്റാറ്റസ് എനിക്ക് നിലവിൽ അറിഞ്ഞുകൂടാ. 100 മേടിച്ച് 100 മീറ്ററോ മേടിച്ച ആളുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ഇടാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത്. ഇത് നമ്മുടെ മെട്രോന്ന് എടുത്ത് തന്നെയാണ്, കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള ബ്രേക്ക് ലിവേഴ്സ് ആണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ സ്വിച്ച് ഗിയേഴ്സ് ആയാലും ആ ഒരു റോട്ടറി ടൈപ്പ് സ്വിച്ച് ഗിയേഴ്സ് ഫ്രം മെട്രോ തന്നെയാണ് ഇതിലും വരുന്നത്. കോഷൻ ലാമ്പൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻ കേസ് അറിയില്ലെങ്കിൽ ഫാക്ടറി ബ്ലാക്കിന് ദുരന്തം സ്വിച്ച് ഗിയർ ആണ്, നമ്മുടെ ഒരു സ്ക്രാമിലൊക്കെ കണ്ടിരുന്നില്ല, പഴയ ടൈപ്പ് സ്വിച്ച് ഗിയർ ആണ് ഫാക്ടറി ബ്ലാക്കിന് വന്നത്. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പുതിയ ടാർമാക് ബ്ലാക്കിൻ്റെ വിശേഷങ്ങൾ. ഞാൻ ഈ ടാർമാക് ബ്ലാക്ക് എന്ന് എടുത്തെടുത്ത് പറയാൻ കാര്യം ഈ വണ്ടിക്ക് ഈ ഒറ്റ കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, വേറെ കളേഴ്സ് ഒന്നുമില്ല ഈ ഒരു ബേസ് പ്രീമിയത്തിന്. അപ്പോൾ ഓൺ റോഡ് പ്രൈസ് പറയാം. നമുക്ക് ബേസിന് വരുന്നത്, അതായത് ഫാക്ടറി ബ്ലാക്ക് ആ ഒരു ട്യൂബ്ഡ് വീൽസ് ഒക്കെ ഉള്ള സാധനത്തിന് വരുന്നത് ഏകദേശം 1,69,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് കൊച്ചിയിൽ. നമുക്ക് ഈ ഒരു വണ്ടി, അതിൻ്റെ മുകളിലിരിക്കുന്ന ഈ ഒരു വണ്ടിക്ക് നമുക്ക് ബേസ് പ്രീമിയത്തിന് 1,83,000 രൂപയാണ് കൊച്ചിയിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഡാപ്പർ സീരീസ് ഉണ്ട്, ഡാപ്പർ ഗ്രേ, ഗ്രാഫൈറ്റ് ഗ്രേ, പിന്നെ എന്താണ് റിയോ വൈറ്റ്. ഇതിനാകുമ്പോഴത്തേക്കും നമുക്ക് 2,01,000 വരുന്നുണ്ട്. അതായത് നമ്മുടെ ബേസ് പ്രീമിയത്തിനേലും ഏകദേശം 18,000 രൂപയോളം കൂളാണ് നമ്മുടെ മിഡിന് വരുന്നത്. പിന്നെ ഉള്ളത് ടോപ്പാണ്, നമ്മുടെ ടോക്കിയോ ബ്ലാക്ക്, ലണ്ടൻ റെഡ്, റെബൽ ബ്ലൂ, പിന്നെ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് 2 കളറും വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, മുംബൈ യെല്ലോ ആൻഡ് മൂൺ ഷോട്ട് വൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ വരുന്നത് 2,06,000 രൂപ. അതായത് മിഡ് വെച്ച് ഞാൻ പറയുമ്പോഴത്തേക്കും ഏകദേശം 5,000 രൂപ കൂടുതലുള്ളൂ. നിങ്ങൾ താഴെ കമൻറ്റ് ഇടുക, നിങ്ങൾ ഇതിൽ ഏത് ചൂസ് ചെയ്യും. എന്നോട് ചോദിക്കുകയാണെങ്കിൽ മിഡ് സ്പെക്കിലേക്ക് പോവുക. നിങ്ങൾ ഫാക്ടറി ബ്ലാക്ക് ഉറപ്പിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രം ഇതിനകത്തേക്ക് ജമ്പ് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾ 100 വേണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മിഡ് സ്പെക്ക് എടുക്കുക. ടോപ്പ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയാൻ കാരണം മിഡ് സ്പെക്ക് തൊട്ടാണ് നമുക്ക് നമ്മുടെ ആ ഒരു സാധനമില്ലേ ട്രിപ്പർ പോഡ് വരുന്നത്. അതായത് ട്രിപ്പർ പോഡ് അതിനകത്ത് ഫ്രീ ആയിരിക്കും. പിന്നെ കുറച്ചുകൂടി ബ്രോഡ് ആയിട്ടുള്ള വീൽസ് ആണ്, പിന്നെ LED ഹെഡ്ലൈറ്റ് ആണ്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേർത്താണ് ആ ഒരു എക്സ്ട്രാ 17,000 എന്ന് പറയുന്നത്. സോ നിങ്ങൾ 100 നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെടുക്കുക. അതല്ല 100ൻ്റെ ഫാക്ടറി ബ്ലാക്ക് അന്വേഷിച്ചാണ് നിങ്ങൾ വന്നത്, അതായത് പ്രൈസ് കാശ് അത്ര എടുക്കാനില്ല, കുറച്ച് കമ്മിയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫാക്ടറി ബ്ലാക്ക് എടുക്കാണ്ട് ഇതെടുക്കുക. ആ ഒരു എക്സ്ട്രാ 10,000 വേർത്താണ്. കാരണം അലോയ് വീൽ കിട്ടുന്നുണ്ട്, പിന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്വിച്ച് ക്യൂബ്സ്, ബ്രേക്ക് ലിവേഴ്സ് ആൻഡ് സീറ്റ്സോ ഈവൻ ഈ പാൻസൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആണ് കമ്പയർ ടു ഫാക്ടറി ബ്ലാക്ക്. അതായിരുന്നു ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ. ഞാൻ ജസ്റ്റ് അകത്ത് നിന്നിട്ട് നമ്മുടെ ആ ഒരു മുംബൈ യെല്ലോ കൂടി നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഗായ്സ് ഇതാണ് കേട്ടോ ആ ഒരു ടോപ്പ് വേരിയൻ്റെ പുതിയ കളറ്. 2 കളറുണ്ട് ആക്ച്വലി. ഇതിൽ ഒരു കളറാണ് മൂൺ ഷോട്ട് വൈറ്റ് കൂടാണ്ടുള്ള കളറാണ് മുംബൈ യെല്ലോ എന്ന് പറഞ്ഞിട്ട്. വണ്ടി ആക്ച്വലി ഫോട്ടോ കാണുന്നതിന് കൊള്ളാട്ടോ, നേരിട്ട് കാണാനായിട്ട് നല്ല രസമുണ്ട്. ആ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ, ബ്ലൂ ആൻഡ് യെല്ലോ, പിന്നെ ഈ ഒരു ഓറഞ്ച്, ആ ഒരു വൈറ്റ് എല്ലാം കൂടി കാണാൻ നല്ല രസമുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ ഈ മുംബൈയിൽ ഓടുന്ന ടാക്സികളില്ലേ, യെസ്, നമ്മുടെ ധർമ്മേന്ദ്ര പറയുന്ന പോലെ ആ ഒരു ടാക്സി വൈബാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ടോൺ എങ്ങനെയാണ് ശരിക്കും ഒരു ഫെറാറി യെല്ലോ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു കളറാണ്, നല്ല രസം കാണാനായിട്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ട്രിപ്പർ. നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോൺ വഴി കണക്ട് ചെയ്തിട്ട് നമുക്കിത് ടേൺ ബൈ ടേൺ നാവിഗേഷൻ, അല്ലാത്ത സമയത്ത് ഇതിങ്ങനെ ടൈം മാത്രം കാണിച്ചുകൊണ്ടിരിക്കും. നമുക്ക് 270mm വളരെ മാസീവായിട്ട് ഡിസ്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ബാക്കിൽ ബ്രോഡർ ആയിട്ടുള്ള C8ൻ്റെ സൂം XL ആണ്, പൊട്ട ടയറാണ്. ബട്ട് ഈ വണ്ടിക്ക് ഇതൊക്കെ മതി. ബട്ട് ഒരു R15 RS NS അങ്ങനെയുള്ള വണ്ടിയിൽ ഈ ടയർ മേടിച്ചിടരുത് കേട്ടോ, ഷോ ആണ്. ആ വണ്ടിക്ക് ഉണ്ടാക്കിയ ടയറല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ ഒരു മിഡ് സ്പെക്ക് ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഡാപ്പർ ഗ്രേ, ഗ്രാഫൈറ്റ് ഗ്രേ, യെസ്, കളർ കൺഫ്യൂസിങ് ആണ്. അതിനൊക്കെ എക്സൽ സെയിം ആണ്, സ്പെസിഫിക്കേഷൻ വൈസ് കളർ വൈസ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാൻ വേണമെങ്കിൽ ഗ്രാഫൈറ്റ് ഗ്രേയുടെ ഒരു കളർ കാണിച്ചു തരാം. ബ്ലാക്ക് തീമാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതും ഈ ഒരു എക്സൽ സ്പെക്കാണ്. നമുക്ക് അതിനും ഈ പറഞ്ഞ പോലെ ട്രിപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.